നല്ല മഴയാണല്ലോ. റസിയയോട് അവളുടെ ഉമ്മ വിളിച്ചു പറഞ്ഞു. അതേ ഉമ്മ, കറന്റ് പോകാനുള്ള സാധ്യതയുണ്ട്. നിന്റെ വാപ്പ കൂടെ എടുക്കാതെയാ പള്ളിയിലേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മഴ മാറും ഉമ്മ. ഒരു ചെറിയ വീട്, അസ്മായും അബ്ദുവും, പിന്നെ അവിടെ 18 വയസ്സായ ഒരേ ഒരു പൊന്നാമന മകൾ റസിയായും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ ഖുർആൻ ഓതാനുള്ള തിടുക്കത്തിലാണ് റസിയ. ഒരുപാട് ഓതാനുണ്ട്. യാസീൻ, മുൽക്ക്, റഹ്മാൻ, അങ്ങനെ ഒത്തിരി. അറബിക് കോളേജിൽ പഠിക്കുന്ന റസിയ നല്ല ദീനീബോധമുള്ള ഒരു പെൺകുട്ടിയാണ്. വാപ്പാക്കും ഉമ്മാക്കും പ്രിയപ്പെട്ടവൾ. തിരിച്ച് റസിയാക്കും അങ്ങനെ തന്നെ. വെള്ളിയാഴ്ച രാവിലെ റസിയ നിസ്കരിക്കാൻ മുറിയിലേക്ക് പോവുകയാണ്. പുറത്തു നല്ല മഴ, കുളിർത്തന്നൽ ആഞ്ഞു വീശുന്നുണ്ട്. ചെറിയ മിന്നലുമുണ്ട്. ഉമ്മറപ്പടിയിലിരുന്ന് കയ്യിൽ തസ്ബീഹുമാലയുമായി അസ്മ തൻ്റെ പ്രിയതമനെയും കാത്തിരിക്കുന്നു. റസിയ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ കയ്യിലേക്കെടുത്ത് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ. അത് റസിയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് സൗണ്ട്. അവൾ കാര്യമാക്കിയില്ല. ഒരുപാട് ഇസ്ലാമിക് ഗ്രൂപ്പും അറബിക് കോളേജിലെ ഗ്രൂപ്പും ഒക്കെ ഉള്ളതല്ലേ വാട്സപ്പിൽ. അതിൽ മെസ്സേജ് വന്നതാവും. അവൾ ഓർത്തു തുടർന്നു. പക്ഷെ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെന്താ ചുമ്മാ മെസ്സേജുകൾ വരുന്നേ? ഇതാരപ്പോൾ മെസ്സേജ് അയക്കുന്നേ? അവളുടെ ചിന്ത ഒരു നിമിഷം അതിലേക്ക് പോയി. അവൾ ഖുർആൻ മടക്കി മേശമേൽ വെച്ചു. മൊബൈൽ കയ്യിലേക്കെടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇതാരെ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. 10ലധികം മെസ്സേജുകളുണ്ട്. അവൾ അതിലേക്ക് കണ്ണോടിച്ചു. ഹലോ, ഹായ്, ഹേയ്, എന്നെ മനസ്സിലായില്ലേ? നമ്മളൊക്കെ മറന്നുല്ലേ? ഇതൊക്കെയാണ് അതിലെ മെസ്സേജുകൾ. അവൾ ഒരു നിമിഷം ആലോചിച്ചു. ഇതാരും സേവ് ചെയ്തിട്ടില്ലല്ലോ. അവൾ DP-യിലേക്ക് നോക്കി. ഇല്ല, അറിയില്ല. അവൾ ആലോചിച്ചു. അവളുടെ വിരൽത്തുമ്പുകൾ സ്ക്രീനിൽ അമർന്നു. ഹായ്, ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഓ, നമ്മളൊക്കെ മറന്നു കാണൂലേ? അല്ല, സത്യമായും എനിക്ക് മനസ്സിലായിട്ടില്ല. ആരാണ്? വേണ്ട, നമ്മൾ ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഇനി അറിയണ്ട.